ഇന്ന് ഏലിയ ശ്രീവമൂശ കാലത്തിലെ 4-ാമത്തെ ഞായറാഴ്ചയാണ്. തിരുസഭ അമ്മ നമ്മൾ ചിന്തിക്കാൻ നൽകുന്ന തിരുവചന ഭാഗം മത്തായി സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിലെ 21 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളാണ്. കാനാൻകാരിയുടെ വിശ്വാസം. ടയർ സീദോൻ എന്ന പ്രദേശത്ത് യേശു എത്തിയപ്പോൾ ഒരു കാനാൻകാരി വന്ന് യേശുവിനോട് കരഞ്ഞപേക്ഷിക്കുകയാണ്, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു എന്ന്. യേശുനാഥൻ അതിന് മൗനമായിരുന്നു. മറുപടി ഒന്നും തന്നെ ഉരിയാടിയില്ല. ശിഷ്യന്മാര് യേശുവിനൊപ്പം ഈ സ്ത്രീ പിന്നാലെ വരുന്നത് കണ്ട് ഇപ്രകാരം പറയുകയാണ്, ഗുരു, അവളിതാ നമ്മുടെ പിന്നാലെ വരികയാണ്, അവളെ പറഞ്ഞയച്ചാലും. യേശുനാഥൻ അപ്പോൾ പറയുകയാണ്, ഇസ്രായേൽക്കാർ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടത് എന്ന്. ഇസ്രായേൽക്കാരുടെ നഷ്ടപ്പെട്ട ആടുകളുടെ ഇടയിലേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടത് എന്ന്. വീണ്ടും അവൾ കർത്താവിനെ പ്രണമിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയായിരുന്നു. യേശുനാഥൻ പറയുകയാണ്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല എന്ന്. ഒരു പക്ഷേ അവളെ നായെന്ന് വിളിച്ച് പരിഹസിച്ചത് തുല്യമാണ്. അല്ലെങ്കിൽ അവളുടെ വിശ്വാസത്തെ കർത്താവ് ചോദ്യം ചെയ്ത് ഒന്ന് പരീക്ഷിക്കുന്ന ഒരവസ്ഥയാണ്. അവൾ അതിന് ഇപ്രകാരം മറുപടി പറയുകയാണ്, നായ്ക്കൾ പോലും യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ കൊണ്ട് തിന്ന് തൃപ്തി അടയുന്നുണ്ടല്ലോ എന്ന്. അവളുടെ വിശ്വാസത്തിന്റെ ആധിക്യം, തീവ്രത മനസ്സിലാക്കിയിട്ട് യേശുനാഥൻ പറയുകയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കട്ടെ എന്ന്. തൽക്ഷണം അവളുടെ മകൾ സൗഖ്യമുള്ളവളായി. വിജാതീയ സ്ത്രീയായ അവൾ, നായ് എന്ന് പോലും പരിഹസിക്കപ്പെടാൻ ഇടവന്നിട്ടുള്ള അവൾ ദാവീദിന്റെ പുത്രനായ യേശുവിൽ വിശ്വാസം അർപ്പിക്കുകയാണ്. ആ വിശ്വാസമാണ് അവളുടെ മകളെ പിശാചിന്റെ ആ പിടിയിൽ നിന്നും വിടുവിക്കുവാനായിട്ട് സാധിച്ചത്. വിശ്വാസത്തിന്റെ തീവ്രത. നമ്മുടെ വിശ്വാസം എപ്രകാരമാണ് എന്ന് ചിന്തിക്കുവാൻ ഒരവസരമാണിത്. നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ ശാസ്ത്രീയമായിട്ട് വളർന്ന, ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുന്ന, മനുഷ്യന് കൈയെടുത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. നമ്മുടെ വിശ്വാസം എപ്രകാരമുള്ളതാണ്? ഇന്നത്തെ ഈ സുവിശേഷത്തിൽ 3 ചിന്തകളാണ് നാം കാണുക. ദൈവത്തിന്റെ രക്ഷ അതെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, സാർവത്രികമാണ്. ആർക്കും വേണ്ടി അത് അടയ്ക്കപ്പെടുന്നില്ല. അത് വിജാതീയനെന്നോ സജാതീയനോ എന്ന ഒരു തരംതിരിവില്ല. മറിച്ച് അതെല്ലാവർക്കും സ്വീകാര്യമാണ്, സംലഭ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കാനാൻകാരി ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമെന്ന് വിശ്വാസത്തോടെ കടന്നു വന്ന് ചോദിച്ച് സൗഖ്യത്തിന് വേണ്ടി, തൻ്റെ മകൾക്ക് വേണ്ടി സൗഖ്യത്തിന് വേണ്ടി അപേക്ഷിക്കുകയും അവൾക്ക് സൗഖ്യം ലഭിക്കുന്നത്. രണ്ടാമതായി, ആത്മാഭിമാനം നഷ്ടപ്പെട്ട അവസരത്തിൽ പോലും ദൈവത്തെ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ദൈവത്തോടുകൂടി ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ് ആ കാനാൻകാരിയുടേത്. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം പല പ്രാവശ്യം ചോദിച്ചിട്ടും പല പ്രാവശ്യം നമ്മൾ യാചിച്ചിട്ടും കിട്ടാതെ വരുമ്പോൾ ആത്മാഭിമാനം നഷ്ടപ്പെട്ട് നാം വഴി മാറിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സൗഖ്യം ലഭിക്കാതെ വരും. ദൈവം സമയത്തിന്റെ പൂർണ്ണതയിലാണ്. നമുക്ക് അർഹിക്കുന്ന സമയത്താണ് അവിടുന്ന് അനുഗ്രഹം നൽകുക. നാം ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിക്കണമെന്നില്ല. പക്ഷേ ദൈവം മനസ്സാകണം. അതിനുവേണ്ടി കാത്തിരിക്കാനായിട്ട് അവൾ ശരണം ഗമിച്ചുകൊണ്ട് യേശുവിന്റെ പിന്നാലെ അനുഗമിക്കുകയാണ്. മൂന്നാമതായി, ആഴമാർന്ന ഒരു വിശ്വാസം അത് കാനാൻകാരിയിൽ കാണുന്നു. അതുകൊണ്ടാണ് മക്കളെ അപ്പമെടുത്ത് നായ്ക്കൾ കൊടുക്കുന്ന ഉചിതമല്ല എന്ന് യേശുനാഥൻ പറഞ്ഞപ്പോൾ നായ്ക്കൾ പോലും യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷങ്ങൾ കൊണ്ട് തൃപ്തി അടയുന്നുണ്ടല്ലോ എന്നുള്ള ആഴമായ വിശ്വാസം. നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം ആഴമായ വിശ്വാസമാണ് വേണ്ടത്.
ആഴമായ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് അനുഗ്രഹം ലഭിക്കും. കനകാരി സ്ത്രീയെപ്പോലെ നമ്മുടെ വിശ്വാസം ദാവീദിന്റെ പുത്രനായ യേശുവിൽ അർപ്പിക്കുവാനും പ്രത്യാശയോടുകൂടെ വീണ്ടും വീണ്ടും നമുക്ക് വേണ്ട കാര്യങ്ങൾ ചോദിക്കുവാനും ആഴമാർന്ന വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാനും വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു തമ്പുരാൻ നമ്മെല്ലാവരെയും ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.